നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജഡായുപ്പാറയിലാണ്. നമ്മളുടെ നാട്ടിൽ തന്നെ ഇത്രയും അടിപൊളി ഒരു സംഭവം ഉണ്ടായിട്ട് അവിടെ വരാതെ ഈ ലോകം മൊത്തം കറങ്ങി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ഐക്കോണിക് പ്ലേസസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ജഡായുപ്പാറ നമ്മൾ പോയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശക്കേടല്ലേ. എന്തായാലും ഒന്ന് കണ്ടു കളഞ്ഞേക്കാം എന്ന് ഞാളും കരുതി. MC റോഡ് വഴി വരുന്നതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നെത്തിയപ്പോൾ പാർക്കിംഗ് മുതൽ മുകളിലേക്ക് കയറുന്ന ടിക്കറ്റ് വരെ എല്ലാം ഓൺലൈൻ അല്ലെങ്കിൽ കാർഡ് വഴി തന്നെ കൊടുക്കണം. മോദിയുടെ ഡിജിറ്റൽ ഇന്ത്യ നടപ്പിലാക്കിയ ഒരു സ്ഥലമാണെന്ന് തന്നെ പറയാം. ഇവിടെ മെയിൻലി വരുന്നത് രണ്ട് ടൈപ്പ് ഓഫ് ടിക്കറ്റാണ്. ഒന്ന് ട്രക്ക് ചെയ്ത് പോകാവുന്ന ഒരു ടിക്കറ്റ് 1 കിലോമീറ്ററാണ് മുകളിലേക്കുള്ളത്. അല്ലെങ്കിൽ നമുക്ക് കേബിൾ കാർ വഴി സുഖമായിട്ട് പോകും. ആദ്യത്തെ കൗണ്ടറിൽ നിന്ന് നമുക്ക് ലഭിക്കുക 352 രൂപയുടെ ഒരു ടിക്കറ്റാണ്. അത് ട്രക്കിങ്ങിനുള്ള ടിക്കറ്റാണ്. ഇനി അത് കഴിഞ്ഞ് മുകളിലത്തെ സ്റ്റേജിലേക്ക് കയറുമ്പോഴാണ് നമ്മളുടെ കേബിൾ കാർ ടിക്കറ്റിൻ്റെ കൗണ്ടർ എത്തുന്നത്. അവിടെ ഏകദേശം ഒരു 300 രൂപയുടെ ടിക്കറ്റാണ് വരുന്നത്, 2 സൈഡും കൂടെ. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ആവുന്നത് ഒരു 610 രൂപയാണ് ഒരാൾക്ക്. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കേബിൾ കാർ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മലേഷ്യയിൽ ഞങ്ങൾ പോയ അതേ സെയിം കേബിൾ കാറാണ് ഇവിടെയും കണ്ടത്. ടൂറിസ്റ്റായി വന്നവർ മിക്കവരും തമിഴന്മാരോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസോ ആണ്. മലയാളികളൊന്നും കണ്ടു കിട്ടിയില്ല. മുകളിലെത്തി കഴിയുമ്പോൾ നമ്മളുടെ ജഡായുപ്പാറയും ആ സ്കൾപ്ചറും കാര്യങ്ങളൊക്കെ കാണാം. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു തിയേറ്ററും മ്യൂസിയവും ഉണ്ട്. പക്ഷെ ഞങ്ങൾ വന്ന സമയത്ത് ഇത് മെയിൻ്റനൻസ് ആയിട്ട് ക്ലോസ്ഡ് ആയിരുന്നു. ഇവിടേക്ക് കയറി വരുമ്പോൾ നമുക്ക് വാട്ടർ ബോട്ടിലും പിന്നെ ഫുഡൊന്നും കയറ്റാൻ പറ്റില്ല. ഇത് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി താഴത്തൊരു നല്ലൊരു ക്ലോക്ക് റൂം സർവീസും കൂടെ അവൈലബിൾ ആണ്. കുട്ടികളായിട്ട് വരുന്നവർക്ക് മാത്രം വെള്ളം അലൗഡ് ആണ്. നമ്മൾ വന്നത് മാർച്ച് ഏപ്രിൽ മാസത്തിലായതുകൊണ്ട് തന്നെ നല്ല ചുട്ടുകൊള്ളുന്ന വെയിലായിരുന്നു. ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയ സ്നാക്സ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ താഴെ ഇറങ്ങിയതിന് ശേഷം പുറത്ത് പോയിട്ടാണ് ഒരു അടിപൊളി മോരും വെള്ളം കുടിച്ചത്. ഇവിടെ വരാൻ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ ഈ റീൽ അയച്ചു കൊടുത്തു.